പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. ഒരു നിമിഷം കൂടെ നമുക്ക് വന്യനായ മാത്യുസ് ബാബച്ചൻ്റെ ഒരു വർഷത്തെ മൗന സമയത്തെ പ്രാർത്ഥനകളിൽ അദ്ദേഹം ദൈവത്തോട് സംസാരിച്ച പ്രാർത്ഥനകളും ദൈവം കൊടുത്ത മറുപടിയും ധ്യാനിച്ചതിന് ശേഷം നമുക്ക് വചന പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്രകാരം തൻ്റെ മൗനകാലത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു: എൻ്റെ ആനന്ദത്തിൻ്റെ ദൈവമേ, നിനക്ക് സ്തുതി. അധികം അടിയന് ഇളച്ചു തന്നവനെ, നിനക്ക് സ്തുതി. അധികമായി അടിയനെ സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നവനെ, നിനക്ക് സ്തുതി. എൻ്റെ ഏക ശരണവും ആശ്രയവുമായ കർത്താവേ, നിനക്ക് സ്തുതി. ബലഹീനനായ അടിയനെ തിരുമുമ്പാകെ പരിപൂർണമായി സമർപ്പിക്കുന്നു. ഇപ്പോൾ തിരുവചനം അടിയനോട് അരുളി ചെയ്യണമേ. എൻ്റെ വാത്സല്യ മകനെ, നിനക്ക് സമാധാനം. നിൻ്റെ സകല ആകുലങ്ങളെയും വ്യസനങ്ങളെയും നീക്കിക്കളയുക. എന്തുകൊണ്ടെന്നാൽ നിൻ്റെ ബലഹീനതകളെ നാം ക്ഷമിക്കുകയും നിൻ്റെ കുറവുകളെ പരിഹരിക്കുകയും ചെയ്തിരിക്കുന്നു. തന്മൂലം നിന്നെ നൽവരങ്ങൾക്ക് നാം യോഗ്യനാക്കി തീർത്തിരിക്കുന്നു. മകനെ, ജീവിതത്തിൽ എപ്പോഴും എല്ലാ ദിവസവും എല്ലാ സമയവും ദിനചര്യകൾ ഭംഗം വരാതെ ഇരിപ്പാൻ മാത്രം സൂക്ഷിച്ചാൽ മതി. അത് മുഖാന്തരം ദിവസത്തിന് ദിവസം നൽവരങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിച്ചുകൊണ്ടിരിക്കും. അതിനാൽ നീ ഇനിയും ഉദാസീനനാകരുത്. മകനെ, നിന്നോട് അനേക കാര്യങ്ങൾ തുടർച്ചയായി പറയുവാനുണ്ട്. അതിനാൽ നീ എല്ലാ ദിവസവും താല്പര്യവും പ്രാർത്ഥനയും ഉള്ളവനായിരിക്കുക. അത് മുഖാന്തരം നിനക്കും നിൻ്റെ സഭയ്ക്കും നിൻ്റെ ഇടവകയ്ക്കും നിൻ്റെ ഭവനക്കാർക്കും സ്വജാതികൾക്കും പുറജാതികൾക്കും നിന്നെ സമീപിക്കുന്ന എല്ലാവർക്കും വലിയ കാര്യങ്ങൾ സാധിക്കും. ഇതിനാൽ നീ ഒരു ദിവസവും ഇക്കാര്യത്തിൽ ഉപേക്ഷ വിചാരിക്കരുത്. താഴോട്ട് തുടർന്നുള്ള ഭാഗങ്ങളുണ്ട്. ഈ പ്രാർത്ഥനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ബലഹീനതയെല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ആനന്ദത്തിൻ്റെ ദൈവമായവനെ, നിനക്ക് സ്തുതി. ചില പ്രാർത്ഥനകളിൽ എൻ്റെ മധുരമേറിയ യേശുവമ്പുരാനെ, നിനക്ക് സ്തുതി. അത് നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആഴം നമുക്ക് മനസ്സിലാകുകയില്ല. ഇംഗ്ലീഷിൽ പിള്ളേരെ വിളിക്കുന്ന സ്വീറ്റ് ഡാർലിംഗ് എന്നാണ് വിളിക്കുന്നത്. എൻ്റെ മധുരമേറിയ യേശുവമ്പുരാനെ. ഒരാളെ നമ്മൾ എപ്പോഴാണ് സ്വീറ്റ് ഡാർലിംഗ് എന്ന് വിളിക്കുന്നത്? നമ്മുടെ ജീവൻ്റെ അംശമായി മാറുന്ന ഒരാളെയാണ് നമ്മൾ സ്വീറ്റ് ഡാർലിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത്രയ്ക്കും യേശുവമ്പുരാനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് അവനെ നമ്മുടെ മധുരമേറിയ അനുഭവമാക്കുവാനും ആനന്ദത്തിൻ്റെ അനുഭവമാക്കുവാനും സാധിക്കുമ്പോൾ ഇത്തരം പ്രാർത്ഥനകളൊക്കെ നമുക്ക് അനുഭവവേദ്യമാകും. എൻ്റെ ആനന്ദത്തിൻ്റെ ദൈവമേ, നിനക്ക് സ്തുതി. അധികമായി അടിയനെ സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നവനെ, നിനക്ക് സ്തുതി. ഇതൊക്കെ നമുക്ക് യേശുക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ എൻകൗണ്ടറിൽ സാധിക്കേണ്ടതാണ്. നമുക്ക് പലപ്പോഴും പറ്റിപ്പോകുന്ന വലിയൊരു പരാജയം പ്രാർത്ഥനയില്ലാതെ ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഞായറാഴ്ചകളിൽ മാത്രം ദേവാലയത്തിൽ വന്ന് ആരാധന അർപ്പിച്ചാൽ ഈ ആനന്ദം ലഭിക്കത്തില്ല. ഒരു അത്രയും താഴ്ത്തിപ്പറയല്ല, എന്നാലും പറയേണ്ടി വരികയാണ്. ഒരു പ്രോഗ്രാം കണ്ട പോലെ ഒരു അനുഭവമേ ഉണ്ടാകുകയുള്ളൂ. നമുക്ക് പ്രത്യേകമായ വ്യക്തിപരമായ അടുപ്പം യേശുക്രിസ്തുവിനോട് വേണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു താല്പര്യം നമ്മളിൽ വർദ്ധിക്കും. ഈ ആനന്ദം അനുഭവിക്കുന്നവനെ വ്യക്തിപരമായി അടുത്തിരിക്കുവാൻ ആഗ്രഹിക്കത്തുള്ളൂ. പ്രണയാർദ്രരായ വ്യക്തികൾ തമ്മിൽ അവർക്ക് പരസ്പരം ഒന്നിച്ചിരിക്കാനാണ് താല്പര്യം. അവരുടെ അടുത്തേക്ക് അപ്പനും അമ്മയും വരുന്നത് പോലെ അവർക്ക് ഇഷ്ടമല്ല. എന്തുകൊണ്ടെന്നാൽ ആ ഒരു ബന്ധം അങ്ങനെയാണ് ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവുമായിട്ടുള്ള ഈ ഒരു
ശ്രേഷ്ഠ ബന്ധത്തിൻ്റെ രഹസ്യമായ അല്ലെങ്കിൽ ഒരു അടയാളം മാത്രമാണ് ഈ ഭൂമിയിലെ വിവാഹബന്ധം എന്ന് പറയുന്നത്. അത് കുറച്ചു നാൾ കഴിയുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോവുമെങ്കിലും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അങ്ങനെ ഉണ്ടാവില്ല, മടുപ്പുണ്ടാവില്ല. ലൗകികമായ എല്ലാ സുഖങ്ങൾക്കും മടുപ്പുണ്ടാവും. ഞാൻ നിങ്ങളോട് ഈ ഒരു രഹസ്യം പഠിപ്പിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ കേട്ടോളൂ. ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളും മടുക്കും, ഏത് സുഖവും മടുക്കും. ഒരു കൊച്ചു കുട്ടി മുതൽ അവനവൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള നമ്മുടെ ആവശ്യങ്ങൾക്കെല്ലാം മടുപ്പുണ്ടാവും. ഒരു കൊച്ചു കുഞ്ഞിന് ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്താൽ വളരെ കരഞ്ഞ് അപേക്ഷിച്ച് വീട്ടിലാകെ ബഹളമുണ്ടാക്കിയായിരിക്കും അവൻ ആ കളിപ്പാട്ടം വാങ്ങിച്ചത്. അത്രയ്ക്കിഷ്ടമായതുകൊണ്ടാണ് അവൻ വാങ്ങിച്ചത്. അവനെ ശ്രദ്ധിച്ചാൽ മതി, 3 ദിവസത്തിൽ കൂടുതൽ അവനത് ഉപയോഗിക്കില്ല. 4-ാം ദിവസം അതവന് മൂലയ്ക്ക് തള്ളും. വീണ്ടും ഷോപ്പിംഗ് മാളിൽ പോകുമ്പോൾ അടുത്ത കളിപ്പാട്ടം അവൻ ആവശ്യപ്പെടും. ഇതാണ് ജഡിക വാസന. പൊതുവേ ജഡിക വാസന അങ്ങനെയാണ്. യുവാവായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അവൻ പഠിക്കുന്ന സമയത്ത് അവൻ്റെ ആഗ്രഹം ഒരു സൈക്കിൾ വേണമെന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബൈക്ക് വേണമെന്നായിരിക്കാം. എത്ര മുന്തിയ ഇനം ബൈക്ക് വാങ്ങിച്ചാലും കൊള്ളാം, കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും. മടുത്തു കഴിയുമ്പോൾ അടുത്ത അഡ്വാൻസ്ഡ് ടെക്നോളജിയിലുള്ള ഒരു ബൈക്ക് വേണമെന്ന് തോന്നും, അല്ലെങ്കിൽ ഒരു കാറ് വേണമെന്ന് തോന്നും. എന്തിനേറെ പറയുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺസ്. എന്തുകൊണ്ടാണ് ഓരോ മൊബൈൽ കമ്പനിക്കാരും ഓരോ വർഷവും അതേ പേരിൽ അപ്ഗ്രേഡ് ചെയ്ത് ഇതുപോലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ വെറുതെ കബളിപ്പിക്കുന്നത്? നമ്മൾ വിചാരിക്കും ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ്. 6 മാസം കഴിയുമ്പോൾ പറയും അതല്ല, ഈ വരുന്ന സാധനമാണ് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് പോകും. ഏത് സാധനമാണെങ്കിലും മടുത്ത് പോകും. ഞാൻ പറയാൻ പോകുന്ന മർമ്മം മടുക്കുന്നു എന്നുള്ളതല്ല, ആരാണ് മടുപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് ഈ മടുപ്പിക്കുന്നത്? ഈ ലൗകികമായ എല്ലാ സുഖങ്ങളും മടുപ്പിക്കുന്നത് നമ്മുടെ ആത്മാവ് തന്നെ. അത് പരിശുദ്ധാത്മാവോട് സഹകരിച്ചിട്ടാണ്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവനിൽ മാമോദീസായിൽ കൂടി ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ്റെ ആത്മാവോട് ചേർന്ന് ഈ ലോകത്തിലുള്ള എല്ലാ സുഖങ്ങളെയും എത്ര ആഗ്രഹിച്ചെന്ന് പറഞ്ഞാലും മടുപ്പിക്കും. ആ മടുപ്പിക്കുന്നതിൻ്റെ കാരണം, ഇവൻ മടുത്തു കഴിഞ്ഞിട്ട് ഇവൻ തിരിച്ച് ആത്മാവിലേക്ക് വരണം. മടുക്കാത്ത നിത്യമായ ആനന്ദമുള്ള ദൈവാത്മാവിലേക്ക് അവൻ മുഖം ഉയർത്തുവാൻ വേണ്ടിയാണ് മടുപ്പിക്കുന്നത്. പക്ഷെ അന്നേരം പിശാച് അവിടെ വേറെ തന്ത്രം വയ്ക്കും. ആ തന്ത്രത്തിലാണ് മനുഷ്യൻ വീണു പോകുന്നത്. അതായത് കൊച്ചു കുഞ്ഞു മുതൽ 90 വയസ്സുള്ള പ്രായമായവൻ വരെയും കയ്യിൽ കിട്ടിയ ഒരു സാധനം മടുക്കുമ്പോൾ അതിന് പകരമായിട്ട് അതിനേക്കാളിൽ തത്തുല്യമോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജഡീക സാധനത്തിന് വേണ്ടി ശരീരം നമ്മളെ നിർബന്ധിക്കും. ഇതിനോട് മനസ്സും ചേർന്ന് പ്രവർത്തിക്കും. ദേഹിക്ക്, അതായത് മാനസിക വ്യാപാരങ്ങൾക്ക്, ഹൃദയബോധ വിചാര മണ്ഡലങ്ങൾക്ക് അറിയാം ഇത് വീണ്ടും മടുപ്പിക്കുന്ന സാധനമാണ് എന്നുള്ളത്. എന്നാലും ശരീരത്തിൻ്റെ നിർബന്ധം കാരണം നമ്മുടെ മനസ്സും അല്ലെങ്കിൽ ബോധവിചാര മണ്ഡലങ്ങൾ ഈ ശരീരത്തിൻ്റെ ആഗ്രഹത്തോട് സഹകരിക്കും. ഇത് തന്നെയാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. ഏദൻ തോട്ടത്തിൽ ഹൗവയുടെ ബോധവിചാര മണ്ഡലത്തിന് അറിയാം ഈ ചെയ്യാൻ പോകുന്ന കാര്യം തെറ്റാണ് എന്നുള്ളത്. പക്ഷേ പിശാച് വന്ന് ആ ബോധവിചാര മണ്ഡലങ്ങളിൽ പണി നടത്തിയിട്ട് മനുഷ്യൻ്റെ ബോധത്തോട് പറയും, ശരീരം പറയുന്നതാണ് ശരി, ശരീരത്തെ പുഷ്ടിപ്പെടുത്തിയാൽ മാത്രമേ ആത്മാവ് ഉള്ളിൽ നിലനിൽക്കത്തുള്ളൂ എന്നൊക്കെ പറയും. ഇതുമായിട്ട് നമ്മുടെ ഈ ബോധമണ്ഡലം അങ്ങ് സഹകരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ദേഹിയും ബോധവും കൂടെ അങ്ങ് ഒന്നിക്കും, ആത്മാവ് ഒറ്റപ്പെടും. ഇതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ പഠിച്ചത്. ആ വാക്യം പറയാമോ?
ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമായിരിക്കുന്നു. ഇതാണ് സംഭവം. ഇതൊരിക്കലും ഒത്തുപോകത്തില്ല. എന്ന് പറഞ്ഞാൽ ആത്മാവിന് ജഡത്തോട് താല്പര്യമില്ല എന്നൊന്നും അതിൻ്റെ അർത്ഥം. മറിച്ച് ആത്മാവിൻ്റെ അഭിലാഷം എന്തുവാ? ഈവൻ നിത്യതയിലേക്ക് കയറുവാൻ എൻ്റെ ആത്മാവിന് അതേ ആഗ്രഹമുള്ളൂ, എനിക്ക് നിത്യതയിൽ പോകണം. നമ്മളിൽ അവശേഷിച്ചിരിക്കുവാൻ പോകുന്നത് നമ്മുടെ ആത്മാവ് മാത്രമാണ്. ആ ആത്മാവ് ആഗ്രഹിക്കുന്നത് എനിക്ക് കർത്താവിൻ്റെ കൂടെ നിത്യതയിലായിരിക്കണം. പക്ഷേ ഈ ജഡവും ബോധവിചാര മണ്ഡലങ്ങളും കൂടെ ചേർന്ന് ഒരുമിച്ച് സഹകരിച്ച് ആത്മാവിനെ ഒറ്റപ്പെടുത്തും. അവിടെയാണ് ആത്മാവ് ഇരുന്ന് ഞരങ്ങുന്നത്. അത് നമ്മൾ പഠിച്ച കാര്യമാണ്. ആത്മാവ് ഞരങ്ങുകയാണ്. ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്. ഈ ശരീരം ഒന്ന് നേരെയായിട്ട് വേണം എനിക്ക് എൻ്റെ സൃഷ്ടാവിൻ്റെ സന്നിധിയിലേക്ക് വീണ്ടെടുക്കപ്പെടാൻ. ഈ ഇൻഡിവിജ്വൽ കൺസെപ്റ്റ് എലാബറേറ്റ് ആകുമ്പോൾ, ഞാൻ ആ വാക്ക് അങ്ങനെ അങ്ങ് ഉപയോഗിക്കുക, എലാബറേറ്റ് ആവുന്നതാണ് സൃഷ്ടി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് സൃഷ്ടി ദ്രവത്വത്തിൻ്റെ വീണ്ടെടുപ്പിനായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഈ സൃഷ്ടിയും കൂടെ ഒരുമിച്ച് വീണ്ടെടുക്കപ്പെടുകയുള്ളൂ. ആത്മാവ് വീണ്ടെടുക്കപ്പെടുമ്പോൾ, ആത്മാവ് ദൈവത്വത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ബോധമണ്ഡലവും ശരീരവും അതുപോലെ അതേസമയം ടാറ്റാമൗണ്ട്ലി, അതായത് അതോടൊരുമിച്ച് വീണ്ടെടുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇതിങ്ങനെ ഒരു പൂർത്തീകരണം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് പൂർത്തീകരിക്കപ്പെടുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ മടുപ്പിക്കുന്നത് ആത്മാവ് തന്നെയാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യം മടുക്കുമ്പോൾ ആ മടുത്തത് ഉപേക്ഷിച്ചിട്ട് ആ ഭാഗത്ത് ഈ ദൈവസ്നേഹം നിറയാനാണ്. പക്ഷെ മനുഷ്യർ പലപ്പോഴും ആ മടുക്കുന്ന സാധനം ഉപേക്ഷിച്ചിട്ട് ഉടനെ അതിന് പകരം വേറൊരു സാധനം കോമ്പൻസേറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ മരിക്കുന്നതുവരെയും മടുപ്പ് തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല, പ്രാർത്ഥിക്കാനും മടുപ്പായിരിക്കും. അപ്പോൾ ഇതിനെ മടുപ്പ് വരുന്നതിനെ മാറ്റിവെച്ചിട്ട് കുറേശ്ശെയായിട്ട് ഡിറ്റാച്ച്മെൻറ്റ്സ് വരുത്തി നമ്മൾ പൂർണ്ണമായും ദൈവത്തിലാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനെപ്പറ്റി ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഈ ബുക്കിൽ നിന്ന് ഞാൻ പറഞ്ഞു തരും. നമ്മൾ നേരത്തെ പഠിച്ച 2 വാക്കുകളുണ്ട്. അത് നമ്മൾ എലാബറേറ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഈ യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുന്ന കൂട്ടത്തിൽ ആ ഭാഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിപ്പിക്കുകയാണെങ്കിൽ പറഞ്ഞു തരും, അല്ലെങ്കിൽ അറിയത്തില്ല. എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. റൂട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമല്ല, റൂട്ട് മാപ്പ് എൻ്റെ കയ്യിലില്ല. എങ്കിലും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഇപ്പോൾ വരുന്നു. 2 വാക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്, മറ്റേത് ഇൻഫിനിറ്റ് ഇഗ്നറൻസ്. 2 വാക്കുകൾ പറഞ്ഞു വെച്ചിരുന്നു, പക്ഷേ അതെന്താണെന്ന് പറയാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഈ മാത്യൂസൻ ബാബച്ചൻ എൻ്റെ ആനന്ദത്തിൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഈ ആനന്ദം എങ്ങനെ വന്നതാണ്? മടുത്ത സാധനങ്ങളെ മാറ്റി കളഞ്ഞ് ആ സ്ഥാനത്ത് യേശുക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ ഈ ആനന്ദം, ദൈവത്തിൻ്റെ ആനന്ദം കൊടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കൊടുത്തപ്പോൾ അധികമായി അടിയനെ സ്നേഹിക്കുകയും താലോലിക്കുകയും ചെയ്യുന്നവനെ നിനക്ക് സ്തുതി എന്ന് പറയുവാൻ കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യവും പേഴ്സണൽ സ്പർശനവും നമ്മളിലേക്ക് അനുഭവപ്പെടുമ്പോൾ താലോലിക്കുന്ന അവസ്ഥയാവും. അത് നമുക്ക് അങ്ങനെ തന്നെ അനുഭവപ്പെടണം. ഒരു വചനം വായിക്കാനിരുന്നാൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മളുടെ രഹസ്യമായ പ്രാർത്ഥനകൾ കർത്താവിനോട് നടത്തുമ്പോൾ നമ്മുടെ അടുത്ത് വന്നിരുന്ന് താലോലിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് ഉള്ളിൽ അനുഭവപ്പെടുന്ന അവസ്ഥയിൽ എത്തിയതുകൊണ്ടാണ് ഈ പിതാവിന് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുവാൻ സാധിച്ചത് എന്നുള്ള കാര്യം മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് യോഹന്നാൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. കയറിയിരുന്നാട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെഥസ്ത കുളക്കടവിലെ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കർത്താവ് ആ രോഗിയുടെ അടുത്ത് വന്ന്, നിനക്ക് സുഖമാകുവാൻ താല്പര്യമുണ്ടോ, നിനക്ക് സൗഖ്യമാകുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ പൂർണ്ണ താല്പര്യം അവൻ കർത്താവിനോട് അറിയിച്ചെങ്കിൽ മാത്രമേ
ഈ സന്തോഷത്തോടുകൂടി ആ സൗഖ്യം കൊടുക്കുവാൻ പറ്റുകയുള്ളൂ. പക്ഷേ അവൻ അത്ര പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നില്ല. കാര്യമെന്ന് പറഞ്ഞാൽ അവൻ പഴയ നിയമത്തിൻ്റെ കെട്ടുപാടുകളിൽ തന്നെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്ന ഉത്തരത്തിൽ ഒരു പഴയ നിയമ ചൊവ്വ. അവൻ എന്താണ് പറയുന്നത്? കർത്താവ് ചോദിക്കുന്നത് എന്താണ്? നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ, എൻ്റെ കർത്താവേ, എനിക്ക് മനസ്സുണ്ട്, എന്നെ സൗഖ്യമാക്കണം എന്ന് ശതാധിപൻ പറഞ്ഞതുപോലെയും, അല്ലെങ്കിൽ പ്രജാതിക്കാരിയായ സ്ത്രീ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചതുപോലെയും, കൂനിയായ സ്ത്രീ കർത്താവിൽ വിശ്വാസം അർപ്പിച്ചതുപോലെയും, എൻ്റെ കർത്താവേ, എനിക്ക് സൗഖ്യമുണ്ട്, നീ ദൈവത്തിനാണ്, ഞാൻ വിശ്വസിക്കുന്നു എന്നൊറ്റ വാക്കിൽ ഒറ്റ ഉത്തരം പറയേണ്ടതിന് പകരം അവൻ പറഞ്ഞ മറുപടി ന്യായപ്രമാണത്തിൻ്റെ കുരുക്കുകളിൽപ്പെട്ട മറുപടിയാണ്. കാരണം ന്യായപ്രമാണത്തിന് രോഗത്തെ ചൂണ്ടിക്കാണിക്കുവാനേ പറ്റുകയുള്ളൂ, അതിനെ സൗഖ്യമാക്കുവാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെ ഉണ്ടാവും എന്ന് പറഞ്ഞു വയ്ക്കുവാനേ പറ്റത്തുള്ളൂ. ആ പ്രോബ്ലത്തിന് പരിഹാരം തരുവാൻ നിയമത്തിന് കഴിയുകയില്ല. അതാണ് പഴയ നിയമത്തിൻ്റെ പ്രശ്നം. കൊല ചെയ്യരുത്, ഉദാഹരണം പറയുകയാണ്, കൊല ചെയ്യരുത്, കൊല ചെയ്താൽ അത് പാപമാണ് എന്ന് പറഞ്ഞു വയ്ക്കുവാനേ ന്യായപ്രമാണത്തിന് പറ്റിയുള്ളൂ. കൊല ചെയ്യാതിരിക്കുവാനുള്ള കൃപ ന്യായപ്രമാണത്തിന് കൊടുക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്, നമുക്കെടുക്കാം. അത് വായിക്കേണ്ട ഒരു വചനമാണ്. 1-ാം അധ്യായത്തിൽ ഇപ്രകാരം ശ്ലീഹ സാക്ഷിക്കുന്നു. 1-ാം അധ്യായം 16-ാം വാക്യം, 16-ഉം 17-ഉം വായിക്കാമോ? അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ നിറവ്, ഈ നിറവ് എങ്ങനെയാണ് വരുന്നത്? നിറവ് എങ്ങനെ വരണം? ഈ മടുക്കുന്ന സാധനം മാറ്റി 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 നിർത്തിയാൽ ആ ഭാഗത്തെല്ലാം യേശുവിനെ നിറയ്ക്കുന്നതാണ് നിറവ്. ആ യേശു സാന്നിധ്യം, സാമീപ്യം നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ കൂടെ വർദ്ധിക്കുന്നതാണ് കൃപ. അല്ല നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം കർത്താവിൻ്റെ അടുത്ത് വന്ന് കുറേ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് അത് സാധിച്ചെടുക്കുന്നതിന് കൃപവർദ്ധനമെന്ന് പറയാൻ പറ്റില്ല. അത് ദൈവം നമ്മളിൽ കനിഞ്ഞ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കൃപ വർദ്ധിക്കണമെങ്കിൽ സാന്നിധ്യത്തിൽ ഇരിക്കണം. നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത് പോലെ അവൻ്റെ സന്നിധിയിൽ വന്നിരിക്കണം. ഈ ഇരിപ്പ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പഴയ ആളാകുവാനല്ല, ആ സാന്നിധ്യബോധത്തിൽ തന്നെ നമ്മൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവൻ്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അടുത്ത വചനം, ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു. അതാണ് നമ്മൾ പഠിച്ചത്. അതായത് ന്യായപ്രമാണത്തിന് ചൂണ്ടിക്കാട്ടലേ ഉള്ളൂ. മോശ എല്ലാ കൽപ്പനകളും കൊടുത്തു. സീനായ് മലയിൽ നിന്ന് കർത്താവ് കൊടുത്തിട്ടുള്ള എല്ലാ കൽപ്പനകളും കൊടുത്തു. കാരണം പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനാരാണ്? മോശയാണ്. മോശയ്ക്ക് ഈ കൽപ്പന കൊടുക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും അല്ലാതെ ഇതിൽ നിന്ന് എങ്ങനെ ഇതിന് പരിഹാരം മോശയ്ക്ക് സാധ്യമായില്ല. കാരണം മോശ ന്യായപ്രമാണത്തിൻ്റെ കണ്ണിയായിരുന്നു. ന്യായപ്രമാണം മോശ വരെ വാണിരുന്നു എന്ന് റോമർക്കെഴുതിയ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ടല്ലേ. ന്യായപ്രമാണം മോശ വരെ എന്ന് പറഞ്ഞാൽ മോശയുടെ കാലഘട്ടം വരെ എന്നല്ല അർത്ഥം. മോശ എന്ന് പറയുന്ന ഒരു വ്യക്തി ന്യായപ്രമാണത്തിൻ്റെ സിമ്പലാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട്, ന്യായപ്രമാണം മോശ വരെ വാണിരുന്നു എന്ന് പറഞ്ഞാൽ മോശയുടെ കാലഘട്ടം വരെ എന്നല്ല, ന്യായപ്രമാണ കാലഘട്ടം മുഴുവൻ, അതായത് യോഹന്നാൻ സ്നാപകൻ വരെ ആ ന്യായപ്രമാണത്തിൻ്റെ പ്രധാന പ്രതിനിധിയാണ് മോശ. ഈ ന്യായപ്രമാണത്തിൻ്റെ മധ്യസ്ഥനാണ് മോശ. മോശയ്ക്ക് ഈ നിയമം പറയുവാനേ പറ്റുള്ളൂ. ആ നിയമത്തിൽ നിന്ന് വിടുതൽ എന്ന് പറഞ്ഞാൽ പാപത്തിന് പരിഹാരം മോശയുടെ കയ്യിലില്ല. കൊല ചെയ്യരുത്, കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്, നീ ബന്ധപ്പെട്ട് പാടുപെട്ട് ആ സിദ്ധി ഏറ്റെടുത്തോണം. മോഷ്ടിക്കരുത്, കൊള്ളയടിക്കരുത്, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. പക്ഷേ മോഹിച്ചു പോവുകയാണ്, എന്തു ചെയ്യാൻ പറ്റും? മോശയുടെ കാലഘട്ടത്തിൽ അങ്ങനെ പറ്റത്തുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് വന്നത് കൃപമേൽ കൃപ വർദ്ധിച്ചത് ഈ പാപത്തിൽ നിന്ന്, ഈ മോഹം എന്ന് പറയുന്ന വിത്തെടുത്ത് അങ്ങ് പിഴുതു കളയും, അനാവശ്യമായ മോഹങ്ങൾ. ഇത് കർത്താവിനെ സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ടാണ് കർത്താവിന് പാപപരിഹാരം അവനിൽ നിന്നേ കിട്ടുമെന്ന് പറയുന്നത്. വിശുദ്ധിയും പാപപരിഹാരവും യേശുവിൽ നിന്നല്ലാതെ വേറെ എങ്ങൊന്നും കിട്ടില്ല.
ബാക്കി എല്ലാ കാര്യങ്ങളും എവിടെ നിന്നും കിട്ടും. നമ്മൾ പ്രാർത്ഥിക്കുന്ന 99% കാര്യവും യേശുവിൽ നിന്നല്ലാതെ വേറെ പലയിടത്തുനിന്നും കിട്ടും. അതെവിടെ പോയി പ്രാർത്ഥിച്ചാലും കിട്ടും. നിങ്ങൾ വേറെ രീതിയിലൊന്നും അതിനെ കാണണ്ട. അതായത് പ്രാർത്ഥനാ മനുഷ്യരുണ്ട്, എല്ലാ മതങ്ങളിലും ഉണ്ട്. എല്ലാ മതങ്ങളിലും പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർ പ്രാർത്ഥിക്കുന്നവർ വളരെ നിഷ്ഠയോടും അതിൻ്റേതായ രീതിയിലുമൊക്കെയാണ് അത് ചെയ്യുന്നത്. നമുക്കറിയാമല്ലോ, ശബരിമലയിൽ പോകുന്ന സഹോദരങ്ങൾ ഇതുവഴിയാണ് പോകുന്നത്. എത്രയോ വർഷങ്ങളായിട്ട് പോവുകയാണ്. ഓരോ വർഷവും ആൾ കൂടുന്നതല്ലാതെ കുറയുന്നുണ്ടോ? ഇല്ല, കൂടുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അവർ പോയി പ്രാർത്ഥിക്കുന്ന കാര്യം സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മെക്കയിൽ പോകുന്ന മുസ്ലിം സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം സാധിക്കുന്നുണ്ട്. യേശുവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ കാര്യം സാധിക്കും. പക്ഷേ യേശുവിന് മാത്രം തരാൻ പറ്റുന്ന കാര്യമാണ് പാപമോചനവും പരിഹാരവും, അല്ലെങ്കിൽ വിശുദ്ധിയും. കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, അത് നമ്മളാൽ പാടുപെട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നതല്ല കർത്താവിൻ്റെ കൃപ വരുമ്പോൾ സംഭവിക്കുന്നത്. ഈ ആഗ്രഹമേ നമ്മളിൽ നിന്ന് പോവുകയാണ്. എങ്ങനെയാണ് കൊല ചെയ്യുവാൻ തോന്നുന്നത്? അല്ലെങ്കിൽ എങ്ങനെ മോഷ്ടിക്കുവാൻ തോന്നും? എങ്ങനെ കൂട്ടുകാരനെ നിന്ദിക്കുവാൻ തോന്നും? ആ തോന്നലില്ല. ഇതാണ് പരിഹാരം. അതാണ് കർത്താവ് ഇവനോട് പറയുന്നത്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അവൻ്റെ ദേഹത്തിന് മാത്രമല്ല, നിനക്ക് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഒന്നും കൂടെ ശ്രദ്ധിച്ചോ, അവനോട് ചോദിക്കുന്നത് ഇപ്രകാരമാണ്: നീ എന്നിലേക്ക്, എൻ്റെ കൃപയിലേക്ക് വരുവാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം 17-ാം വാക്യം വായിച്ചേ, 1-ാം അധ്യായം 17-ാം വാക്യം, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. ന്യായപ്രമാണം മോശയിൽ കൂടി വന്നു. പഴയ നിയമത്തിൻ്റെ മധ്യസ്ഥനായി മോശ യേശുവിൻ്റെ നിഴലായിട്ട് പഴയ നിയമത്തിൽ നിൽപ്പുണ്ട്. ഈ നിഴലിൻ്റെ കുഴപ്പം അത് പൊരുളല്ല, അത് സത്യമല്ല എന്നുള്ളതാണ്. നിഴലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അത് നിഴൽ മാത്രമാണ്, അതിൽ സത്തയില്ല. ആനയുടെ നിഴലാന്നേലും മനുഷ്യൻ്റെ നിഴലാന്നേലും ഉറുമ്പിൻ്റെ നിഴലാന്നേലും നിഴൽ മാത്രമാണ്, അതിന് യാതൊരു ശക്തിയില്ല. അതേസമയം ആനയ്ക്ക് ശക്തിയുണ്ട് എന്ന് പറയുന്നത് പോലെ മോശ യേശുവിൻ്റെ നിഴലാണ്. ആ നിഴലിന് പരിഹരിക്കാനുള്ള ശക്തിയില്ല, ഒരു തെറ്റിൽ നിന്ന് നമ്മളെ വിടുതൽ തരാനുള്ള ശക്തിയില്ല. അതിന് കൃപ കിട്ടണം. അത് യേശുവിലേ ഉള്ളൂ. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്നുള്ള വാക്കിനെ ടബർനാക്കിൾഡ് അല്ലെങ്കിൽ കൂടാരമടിച്ചു എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന യഥാർത്ഥ ഗ്രീക്ക് വാക്ക്. അതിൻ്റെ അർത്ഥം കൂടെ പാർത്തു. അവൻ ജനിക്കുമ്പോൾ തന്നെ ഇമ്മാനുവേൽ എന്നുള്ള പേരാണ് ഇട്ടിരുന്നത്, ദൈവം നമ്മോട് കൂടെ. അതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ ഇവനോട് ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എൻ്റെ കൃപയിൽ ആയിരിക്കുവാൻ നിനക്ക് താല്പര്യമുണ്ടോ? അതായത് നീ പാപം പരിഹരിക്കപ്പെട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് ഇത്രയും നാളത്തെ അവൻ്റെ ആ കിടപ്പ് അവിടെ ആവശ്യമായിരുന്നു. അപ്പോൾ അവൻ പറയുന്ന മറുപടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവനിത് മനസ്സിലായില്ല. അവൻ ഉടനെ പറയുകയാണ്, എന്ത്? യജമാനനെ കണ്ട, വിളിയിൽ തന്നെ പോയി. എന്തുകൊണ്ടാണ്? പഴയ നിയമത്തിലാണ് യജമാനൻ ദാസൻ ബന്ധം. അതാണ് ഞാൻ പറഞ്ഞത്, ഇവൻ പഴയ നിയമത്തിൽ കിടക്കുക. ആ കുളക്കടവിൽ കിടന്ന എല്ലാവരും പഴയ നിയമത്തിലാണ്. സൗഖ്യമായവൻ പോലും പഴയ നിയമത്തിലാണ്. കാര്യം എന്താണ്? സൗഖ്യമായ ഒറ്റ ഒരുത്തിന് പോലും ഈ 38 വത്സരമായിട്ട് ഇവിടെ കിടന്ന അവനെ ഒന്ന് സമീപിച്ച്, സഹോദര, അടുത്ത പ്രാവശ്യം നീ ഇറങ്ങാൻ ഞാൻ സഹായിക്കാം എന്ന് ആരും പറഞ്ഞില്ല. കാരണം കരുണയില്ല. കരുണ, കൃപ ഇതെല്ലാം കർത്താവിൽ നിന്നേ വരത്തുള്ളൂ. അതുകൊണ്ട് ഇവൻ ദാസൻ എന്നുള്ള രീതിയിൽ യേശുവിനെ വിളിക്കുകയാണ് യജമാനനെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, എപ്പോഴാണ് നമ്മൾ കർത്താവിനെ കർത്താവേ എന്ന് വിളിക്കുന്നത് അവിടെ മാത്രമേ കൃപ ഇറങ്ങത്തുള്ളൂ.
അത് ഈ കർത്താവെ നമ്മൾ അല്ലാതെ വെറുതെ വിളിച്ചാൽ പോരാ. ഇത് നമ്മുടെ ഉള്ളിൽ എൻ്റെ കർത്താവും എൻ്റെ അപ്പനും എൻ്റെ സൃഷ്ടാവും സർവ്വതും ആണ് എന്നുള്ള ബോധ്യത്തിൽ അതിനെ തിരിച്ചറിഞ്ഞ് എനിക്ക് പാപപരിഹാരവും വിശുദ്ധിയും തരുവാൻ ഇവൻ മാത്രമേ ഉള്ളൂവെന്നും ഇവൻ മാത്രമാണ് കാൽവറിയിൽ എനിക്കായി യാഗമായിട്ടുള്ളത് എന്നും ഇവൻ മാത്രമാണ് എനിക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ചത് എന്നുള്ളതും ഉയർത്തെഴുന്നേറ്റത് എന്നുള്ളതും ഇവനിൽ നിന്ന് മാത്രമേ കൃപ ലഭിക്കൂ എന്നുള്ളതും ബോധ്യമായി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാതെ വരേണ്ടതാണ് കർത്താവേ എന്നുള്ള വിളി. തോമാസ്ലിയെ വിളിച്ചത് ഒറ്റ വിളിയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ആ വിളിയിലാണ് കൃപ ഒഴുകുന്നത്. അല്ലാതെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ടിരുന്നാലൊന്നും കൃപ ഒഴുകയില്ല. അതുകൊണ്ടാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, അത് അറിഞ്ഞു വിളിക്കണം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ ആരാധിക്കുന്നു. ഇതാണ് അറിഞ്ഞുള്ള വിളി. അപ്പോൾ ഈ ബോധ്യം ആരാണ് കർത്താവ് എന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ബോധ്യം തരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരു മനുഷ്യനും യേശുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ സാധ്യമല്ല. ഈ വെളിപാടുകൾ, ഈ വചനങ്ങളുടെ വികാസനം ഒക്കെ വളരെ ചുരുക്കം പേർക്ക് ആ ഭാഗ്യസ്ഥിതിയും ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ ഇവൻ പഴയ നിയമത്തിൽ നിന്നുകൊണ്ട് യേശുവിനോട് ചോദിക്കുകയാണ്, എന്നെ കുളത്തിൽ ഇറക്കാൻ ആരുമില്ല. അവൻ്റെ പ്രശ്നം അതാണ്. സൗഖ്യമാക്കുന്ന സൃഷ്ടാവായ ഉടയവൻ മുമ്പിൽ വടി പോലെ നിൽക്കുമ്പോൾ അവൻ പറയുന്ന പ്ലിയ അല്ലെങ്കിൽ അപേക്ഷ എന്ന് പറയുന്നത്, കർത്താവെ എന്നെ കുളത്തിലോട്ടൊന്ന് എടുത്തിടാമോ? ഇതാണ് അവൻ ചോദിക്കുന്നത്. അവൻ്റെ ചോദ്യം അതാണ്, അല്ലെങ്കിൽ അവൻ്റെ ആഗ്രഹം യേശുവിനോട് അതാണ്. നമ്മൾ കർത്താവിനോട് ചോദിക്കുന്നത് എന്താണ്, കർത്താവ് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്, ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് അറിയാൻ വേണ്ടി കർത്താവിനോട് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, കർത്താവെ നിൻ്റെ ഇഷ്ടം എൻ്റേതാവണം. നോമ്പിലെ ഒരു പ്രാർത്ഥനയിൽ അങ്ങനൊരു ഗീതം തന്നെയുണ്ട്, കർത്താവേ നിന്നെ ഞങ്ങൾ വിളിക്കുന്നിപ്പോൾ, നീ എഴുന്നള്ളി പ്രാർത്ഥന കേട്ട് കൃപ ചെയ്യണമേ എന്നുള്ള യാക്കോബിൻ്റെ ബോസായുടെ ആ ഗീതത്തിൽ ഒരു വരിയുണ്ട്. എന്താണത്? എൻ്റെ ഇഷ്ടം നിൻ്റേതാവാനാശിക്കുന്നു, സകലേശ്വരനാം സർവപിതാവേ വന്ദിക്കുന്നു. എൻ്റെ ഇഷ്ടം നിൻ്റേതാവണം. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത് എന്തോ അത് നമ്മുടേതാവും. ഇല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കൃപ ഇരുന്നാൽ കർത്താവ് എടുത്ത് കുളത്തിൻ്റെ അടുത്തോട്ടിട്ടേച്ച് അവിടെ പിന്നെയും വെയിറ്റ് ചെയ്തിരിക്കും. അവൻ്റെ ആഗ്രഹം അതാണ്. നമ്മുടെ പല ഭൗതിക ആഗ്രഹങ്ങളും ഈ തലത്തിലേക്ക് അധപ്പതിച്ച് കിടക്കുകയാണ്. എത്ര പറഞ്ഞാലും എത്ര പഠിപ്പിച്ചിട്ടും ഈ ഭൗതിക ആഗ്രഹങ്ങൾക്ക് ഒരു പരിധിയില്ലാത്ത പോലെ മനുഷ്യന് ദൈവസന്നിധിയിൽ അർത്ഥനകളാണ്. കുഴപ്പമില്ല, പക്ഷേ യഥാർത്ഥത്തിൽ അർത്ഥിക്കേണ്ടത് എന്താണെന്ന് അവൻ തിരിച്ചറിയാതെ, എനിക്ക് വിശുദ്ധി നൽകണമേ, എനിക്ക് പാപമോചനം നൽകണമേ, ഇന്ന് വീഴാതെ എന്നെ കാത്തുകൊള്ളണമേ എന്നുള്ള പ്രാർത്ഥനകളിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ തലം ഉയരാതെ ഈ ആധ്യാത്മികത നമ്മൾ അവകാശപ്പെടരുത്. നമ്മളെല്ലാവരും മിടുക്കന്മാരായെന്നോ പൂർണ്ണത പ്രാപിച്ചോ എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളുടെ അതിൻ്റെ ഉള്ളിലെ സാരാംശം കേട്ടാൽ മനസ്സിലാവും നമുക്ക് എന്തുമാത്രം യേശുക്രിസ്തുവുമായിട്ട് ഈ മാധുര്യമേറിയ ബന്ധം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ എത്തിക്കഴിയുമ്പോഴാണ് മധുരമുള്ള യേശു തമ്പുരാനെ മൈ സ്വീറ്റ് ഡാർലിംഗ് എന്നൊക്കെ കർത്താവിനെ വിളിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ മഹത്വാനായ ദൈവമേ, അതൊക്കെ വേണം, അതൊക്കെ വേണ്ട എന്നുള്ളതല്ല. പക്ഷേ നമ്മളുടെ പേഴ്സണൽ പ്രെയറിലാണ് യേശുവുമായിട്ട് രഹസ്യ സംഭാഷണം നടത്തുന്നത്. അവിടെ നമ്മുടെ വളരെ പേഴ്സണൽ ടോക്കാണ്. അവിടെയാണ് കർത്താവ് ആനന്ദിക്കുന്നത്. ആ ആനന്ദത്തിൻ്റെ ശക്തിയിലാണ് ആരാധനയിലേക്ക് വരേണ്ടത്. അല്ലാതെ ഒരു പ്രാർത്ഥനയില്ല, ഒരു നമസ്കാരങ്ങളും നടത്തുകയില്ല, ഒരു വ്യക്തിപരമായ യേശുക്രിസ്തുവിനോട് ബന്ധമില്ല, വചനം ധ്യാനിക്കത്തില്ല, പള്ളിയിൽ പോകും, എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകും, അല്ലെ എല്ലാ ദിവസവും കുർബാന കാണും. പക്ഷേ ഈ കർത്താവ് ഉള്ളിൽ ജീവിക്കുന്നില്ല. എന്തുകൊണ്ടാണ്?
പേഴ്സണൽ ബന്ധം പ്രാർത്ഥനയിൽ കൂടെ കിട്ടൂ. പ്രാർത്ഥനയില്ലാത്തവന് ഇത് കിട്ടില്ല. മാത്രമല്ല, പ്രാർത്ഥനയില്ലാത്തവൻ കർത്താവിനോട് ആവശ്യപ്പെടുന്നത് എന്നെ എടുത്ത് കുളത്തിൻ്റെ അടുത്തോട്ട് ഇടാമോ, അല്ലെങ്കിൽ ആ വക്കത്തോട്ട് നിർത്തിയേക്കാമോ, അടുത്ത പ്രാവശ്യമെങ്കിലും ദൂതം വരുമ്പോൾ എനിക്ക് കുളത്തിലേക്കൊന്ന് വീഴാൻ വേണ്ടിയാണ്. സൗഖ്യം കൊടുക്കുവാൻ കഴിവുള്ളവനായ, അല്ലെങ്കിൽ ആര് ഈ ദൂതനെ അയക്കുന്നുവോ അവൻ മുമ്പിൽ നിൽക്കുമ്പോൾ അവനോട് പറയുകയാണ്, എന്നെ ദൂതൻ വരുന്ന സമയത്ത് ചാടത്തക്കവണ്ണം അങ്ങോട്ടിടണമേ എന്ന്. അത് പഴയ നിയമത്തിൻ്റെ അവസ്ഥയാണ്. അതല്ല യേശു ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യമേ അവനോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ, സുഖപ്പെടുവാൻ നല്ല. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും പറയാണ്, ഡു യു ലൈക്ക് ടു ബി ഹീൽഡ് എന്നാണ് ചോദ്യം. ഡു യു ലൈക്ക് ടു ബി ക്യൂർഡ് എന്നല്ല, വ്യത്യാസമുണ്ട്. ക്യൂറിങ് ശരീരത്ത് നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഹീലിംഗ് ശരീരത്ത് മാത്രമല്ല. ശരീരത്തിൽ നടന്നില്ലെങ്കിലും അകത്ത് നടക്കുന്നതാണ് ഹീലിംഗ്. അതിന് ശരീരത്തിൽ ക്യൂറിങ് വരണമെന്നില്ല. പൗലോസ്ലീഹായ്ക്ക് ലഭിച്ചത് ഹീലിംഗ് ആണ്. എന്താണ്? ജഡത്തിൽ വലിയൊരു പ്രയാസം വന്നപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ഈ ഈ ഈ പ്രയാസം എന്നിൽ നീങ്ങിപ്പോയാൽ നിൻ്റെ സുവിശേഷയിലേക്ക് കുറച്ചും കൂടെ ശക്തിയായിട്ട് ചെയ്യാമായിരുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. ഇതാണ് കൃപ. അപ്പോൾ ഇത് പോയില്ല. ഈ അസുഖം പോയെന്നൊന്നും വേദോത്സവത്തിൽ എങ്ങും എഴുതിയിട്ടില്ല. പക്ഷേ പൗലോസ്ലീഹ പിന്നെ ആ ഒരു കാര്യം കംപ്ലൈൻറ്റ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തു മുഖാന്തരം കൃപമേൽ കൃപ വന്നു. അപ്പോൾ ആ മുറി അവിടെ ഇരുന്നാലും കൊള്ളാം, ഇരുന്നില്ലെങ്കിലും കൊള്ളാം, എനിക്കത് വിഷയമല്ല. എനിക്ക് അകത്ത് ആനന്ദം. ഇത് അകത്ത് ആനന്ദം വരുന്നതിനെയാണ് സൗഖ്യം എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന കഴിയുമ്പോൾ പുരോഹിതൻ ആശീർവദിച്ചു വിടുന്നു, നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനം. അതായത് സന്തോഷവും ആനന്ദവും സമാധാനവും ഉള്ളിൽ നിറയുന്നതിനെയാണ് സൗഖ്യം എന്ന് പറയുന്നത്. വേറെന്താണ്? ചിലപ്പോൾ വളരെ ആഗ്രഹത്തോടുകൂടി നല്ല തലവേദനയുമായിട്ട് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച ഒരുത്തന് ചിലപ്പോൾ തലവേദന മാറിയില്ലെന്ന് വരും. പക്ഷെ അവൻ്റെ ഉള്ളിലേക്ക് അവൻ ആഗ്രഹിച്ചാൽ, പരിശുദ്ധാത്മാവിനോട് ചോദിച്ചാൽ, നിൻ്റെ സന്തോഷം എനിക്ക് തരണമേ എന്ന് പറയുമ്പോൾ ഈ സന്തോഷം കൊണ്ട് നിറഞ്ഞ് ഈ തലവേദന നമുക്ക് ബോധറേഷൻ അല്ലാതെ വരികയാണ്. മാത്രമല്ല, അങ്ങനെയാണ് സൗഖ്യം നടക്കേണ്ടതും സുഖപ്പെടൽ നടക്കേണ്ടതും. എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ആനന്ദമാണ് ബോധമണ്ഡലത്തിലേക്ക് പകർന്നിട്ട് ആ ബോധമണ്ഡലം കത്തിജ്വലിച്ച് പ്രകാശിച്ച് അതിൽ നിന്ന് ശക്തി ദേഹത്തേക്ക് വ്യാപരിക്കുമ്പോഴാണ് ഈ സൗഖ്യം ഉണ്ടാകുന്നത്. അല്ല പുറത്തുനിന്ന് എടുക്കുന്നതല്ല. പുറത്തുനിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കുന്നതല്ല സൗഖ്യം. നമ്മുടെ അകത്തെ സാധ്യത, ആത്മാവിൻ്റെ പ്രകാശനത്തിൻ്റെ സാധ്യത നമ്മുടെ ബോധതലങ്ങളിലേക്ക് വന്നിട്ട് ആ ബോധതലങ്ങളിൽ നിന്ന് ശരീരത്തിലേക്ക് വ്യാപരിക്കുന്നതിനെയാണ് സൗഖ്യം. അതെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ഇത് വ്യാപിക്കും. പക്ഷേ ഈ ഈ ഈ ക്യൂറിങ് രീതി, അത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, വിവിധ തരത്തിലാണ് കർത്താവ് അപ്ലൈ ചെയ്യുന്നത്. ചിലർക്ക് ഉടനടി സൗഖ്യം, ചിലർക്ക് ഉള്ള വേദനയെ അല്പം കുറച്ചു കൊടുക്കും, ചിലർക്കോ ഒന്നും സംഭവിക്കത്തില്ല, അങ്ങനെ തന്നെ ആ വേദന നിൽക്കും. പക്ഷേ കൃപ കൊടുക്കും. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വർഗീയ അനുഭവത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. ഒന്നും കുറഞ്ഞില്ല, ഒരു വേദനയും കുറഞ്ഞില്ല, പക്ഷേ പരിശുദ്ധാത്മാവ് ഇടിച്ച് കയറി ആ സന്തോഷം കൊടുക്കുകയാണ്. അതിന് ആ വേദന ആവശ്യമായിരിക്കുന്നു. ആ വേദനയിൽ സന്തോഷിക്കുന്ന സന്തോഷമാണ് ദൈവരാജ്യത്തിൽ ഏറ്റവും അധികമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ അവൻ ചോദിക്കുകയാണ്, യജമാനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു. ഈ പ്രാർത്ഥനയുടെ പ്രശ്നം എന്താണെന്നറിയാമോ? ഈ പ്രാർത്ഥനയുടെ പ്രശ്നം ദൈവഹിതമല്ലാത്ത പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ന്യായീകരണങ്ങളും പരാതികളും കാണും. ഇവിടെ കണ്ടോ, അവൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ പറയുകയാണ്, എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ല, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. അപ്പോൾ മറ്റൊരുത്തൻ ഇറങ്ങുന്നത് പ്രശ്നമായി, എന്നെ ഇറക്കാൻ ആരുമില്ല എന്നുള്ള തോന്നലായി. പഴയ നിയമത്തിൻ്റെയും ന്യായപ്രമാണത്തിൻ്റെയും ഒരു കെണിയാണിത്.
ഒന്ന് പരാതികൾ, രണ്ട് എനിക്കാരുമില്ല എന്നുള്ള തോന്നൽ. ഇത് നമ്മൾ പുതിയ നിയമ യുഗത്തിലും ഈ തോന്നൽ വളരെ ശക്തമായിട്ടുണ്ട്. എല്ലാ ദിവസവും കുർബാന ഉണ്ടാലും നമ്മൾ പറയും എനിക്കാരുമില്ലേ, എനിക്കാരുമില്ലേ, എന്നെ നോക്കാൻ ആരുമില്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? ഈ കൃപ വർദ്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിറയുന്നില്ല. വിളിക്കുന്നൊക്കെയുണ്ട്. മടുപ്പിക്കുന്ന സാധനത്തിന് പകരം അടുത്ത സാധനം എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ യേശുവിന് നിറയാൻ പറ്റില്ല. എല്ലാത്തിനെയും ഉപേക്ഷയായി വിചാരിക്കുമ്പോഴാണ് യേശു അവിടേക്ക് വന്ന് നിറയുന്നത്. അപ്പോൾ യേശു എമ്പുരാനോട് പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. അവൻ്റെ പരിമിതിയെ കർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് അവനോട് എഴുന്നേക്ക്, കിടക്കയെടുത്ത് നടക്കുക. 3 കാര്യങ്ങളാണ്. കിടക്കമേൽ അവനവനെ കൊണ്ട് നിർത്തിയത്. ആ കിടക്ക അവൻ എടുക്കുകയാണ്. ആദ്യം എഴുന്നേൽക്കണം, കിടക്ക എടുക്കണം. പിന്നൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് പലരും ശ്രദ്ധിക്കാറില്ല. അതായത് മുന്നോട്ട് നടക്കണം. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ആത്മീക അവസ്ഥയും ഇന്നലത്തെ ആത്മീക അവസ്ഥയും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ഇന്നലത്തേക്കാളിൽ താഴെയാണോ നമ്മളായിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ അവലോകനം ചെയ്യണം. ഞാൻ മുന്നോട്ട് പോയോ പിന്നോട്ട് പോയോ? ഇനി പിന്നോട്ട് പോയില്ലെങ്കിൽ തന്നെയും അവിടെ തന്നെ കിടക്കുകയാണോ? അവിടെ തന്നെ കിടന്നാൽ പോരാ, എണ്ണീച്ചു. നമ്മളൊന്ന് വീണു, അവിടെ എണ്ണീച്ചാൽ പോരാ, മുമ്പോട്ട് നടക്കണം. മുമ്പോട്ട് നടക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? യേശു സാന്നിധ്യം നിറഞ്ഞു വരുന്നതാണ് ഈ മുന്നോട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ യേശു സാന്നിധ്യത്തെക്കാൾ കൂടുതൽ നാളെ എനിക്കുണ്ടാവണമെന്നുള്ള ആഗ്രഹം, ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ യേശു സാന്നിധ്യം ഇന്ന് ആയിരിക്കുക. കാരണം നമ്മുടെ ഉള്ളിൽ അതുപോലെ ജഡീകമായ വാസനകളുണ്ട്, ദൈവരാജ്യത്തെ അകറ്റി നിർത്തുവാൻ തക്കവണ്ണമുള്ളതായിട്ട്. അതിനെ കുറേശ്ശെയായിട്ടേ മാറ്റുവാൻ പറ്റത്തുള്ളൂ. ആവർത്തന പുസ്തകത്തിൽ അങ്ങനെ ഒരു വചനം തന്നെയുണ്ട്. അമാലേക്യരെയും ഹിവ്യരെയും യെബൂസ്യരെയും ഒക്കെ ആ ദേശത്ത് നിന്ന് ഒറ്റയടിക്ക് നീക്കിക്കളയുന്നതല്ല, കുറേശ്ശെയായി നീക്കിക്കളയും. കുറേശ്ശെയായി മടുക്കുന്ന സാധനങ്ങൾ മാറ്റുമ്പോൾ കുറേശ്ശെയായി പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുവാൻ തുടങ്ങും. അങ്ങനെ നിറഞ്ഞ് വരുന്നതിനെയാണ് സൗഖ്യം പ്രാപിക്കുക എന്ന് പറയുന്നത്. മറ്റേ സുഖപ്പെടലേ ആകുന്നുള്ളൂ. ഇന്ന് ആത്മീയ ലോകത്തെല്ലാം സുഖപ്പെടൽ മതി. സുഖപ്പെടൽ, രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ ക്യാൻസർ മാറുക, കണ്ണുവേദന മാറുക, നടുവേദന മാറുക, ഇതര രോഗങ്ങൾ മാറുക, ഈ പണത്തിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന. ഇതൊക്കെയാണ് ആധ്യാത്മികത. നമ്മൾ തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ നമ്മൾ വലിയ പടുകുഴിയിലാണ് കിടക്കുന്നത്. നല്ലൊരു ആധ്യാത്മികന് ഇത്തരം കാര്യങ്ങളിൽ നിന്നും പുറകെ പോകുകയില്ല. എല്ലാ അടയാളങ്ങളാണ്. അത് കർത്താവ് ആദ്യം ഒന്ന് അടയാളങ്ങളായിട്ട് കാണിക്കും. പിന്നീട് അതല്ല, ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് അവരെയും കൊണ്ട് നടക്കുമ്പോൾ ആദ്യം ചില അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ കാണിച്ചിട്ട് പിന്നീട് അവരെ എല്ലാ രാത്രികാലങ്ങളിലും കൂടെ ഇരുത്തി വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതായിരിക്കണം യോഹന്നാൻ വലിയ തിയോളജിയായിട്ട് ഇവിടെ എഴുതിയത്. അല്ല രാത്രിയിൽ നിന്ന് കർത്താവ് അവരോട് ഓരോ അത്ഭുതം മിമിക്സ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നുമില്ല. അത് സാധാരണ വിശ്വാസികളെയോ അല്ലെങ്കിൽ വിശ്വാസമില്ലാത്തവരെയോ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു അടയാളമോ ഒരു അത്ഭുതമോ കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ് എല്ലാം എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയാണ്. ഇന്നങ്ങനെയാണ്, അതല്ല. അതിൽ നിന്നെല്ലാം മേളിലേക്ക് കയറി വരണം. നമുക്ക് 10-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം.